വെച്ചേക്ക്. ഹലോ, മമ്മിയാ. ഓ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണല്ലേ? അവിടെ വെച്ചേക്ക്. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അരുൺ ഇവിടെ ഇല്ല. ശരി, പറയാം. സംസാരിക്കായിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചിട്ട്. എന്തിനാ പപ്പേട്ട? മമ്മി പറയാൻ പോകുന്ന വാചകങ്ങൾ ഞാൻ പറയാം. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ സൺ. നിനക്ക് സുഖാണെന്ന് കരുതുന്നു. അറിയാലോ, നിനക്ക് ഇങ്ങനെയൊരു ഗതി വന്നത്. അതിന് കാരണക്കാരൻ നിന്റെ പപ്പയാ, പപ്പ മാത്രം. വേണ്ട, അതെടുക്കണ്ട. ഡാഡിയ ഫ്രം സ്റ്റേറ്റ്സ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മൈ സൺ. ഹൗ ആർ യു? എനിക്കറിയാം നീ ഞങ്ങളെ ഒരുപാട് വെറുക്കുന്നുണ്ടെന്ന്. നിന്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ അതിലൊരു തെറ്റുമില്ല. ഒരു 10 വയസ്സുകാരൻ മകനെ ബോർഡിങ്ങിലാക്കി മമ്മിയും ഡാഡിയും വിദേശത്തേക്ക് പറക്കുന്നു. ക്രൂരതയാണ്, ഐ നോ ഇറ്റ്. പക്ഷേ അരുൺ, എനിക്കും മമ്മിക്കും ഇടയിലെ വഴക്കിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിന്റെ മമ്മിക്കാ. അവളാ എല്ലാത്തിനും. രണ്ടുപേരും അവരവരുടെ ഭാഗങ്ങൾ ന്യായീകരിക്കുന്നു. ബട്ട് നോ യൂസ്. എനിക്ക് മോൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രം വിഷമമുള്ളൂ. എന്തിന്? പ്രസവിച്ച തള്ളിക്കും ജനിപ്പിച്ച തന്തയ്ക്കും ഇല്ലാത്ത വിഷമം പപ്പേട്ടനെന്തിന്? അവര് സന്തോഷിക്കല്ലേ? 2 വൻ കരകളിൽ കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നു. ആ, ഒരു ഗുണമുണ്ട്. ചാവും വിട്ട് മൂടാനുള്ള പണം ഉണ്ടാവും ബാങ്കിൽ. അതൊരു യോഗല്ലേ? ചോറെടുത്ത് വെക്കട്ടെ? വേണ്ട, എനിക്ക് വിശപ്പില്ല. ഇന്ന് പിറന്നാളായിട്ട് അതിലൊക്കെ എന്തോ ഉള്ള പപ്പേട്ട. ആ, പപ്പേട്ടൻ പോയിക്കോ. ഇവിടെ നിക്ക. ഞാൻ കരുതി ആ പ്രേതം നിന്നെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടാവൂന്ന്. ഹലോ, നട്ടുച്ച നേരത്ത് ഇവിടെ എന്താ പരിപാടി? നിനക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഈ സ്ഥലം? ഇല്ല, ഓർമ്മയില്ല. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയോ?
നമ്മളോ? ഇതത് തന്നെ വട്ട്. അല്ല റാഹേൽ, നമ്മളിവിടെ വന്നിട്ടുണ്ട്. നീ മറന്നുപോയതാ. ശരിക്കും ഓർത്തു നോക്ക്. ഉം. നീ ഇവിടെ വന്നോ? ഈ പന്തിനി തിരിച്ചു കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. ഇതിപ്പോ രണ്ടാമത്തെ തവണയാ നീ ഞങ്ങളെ പേടിപ്പിക്കുന്നത്. കരഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ഞാനിത് തരില്ല. അങ്ങനെ പറയണ്ടായിരുന്നു. ആ കുട്ടിക്ക് വിഷമായി. ആവട്ടെ, ഈ പന്ത് വെച്ച് അവൻ ഇനി ആരെയും പേടിപ്പിക്കരുത്. ഇവിടെ കിടക്കട്ടെ. റാഹേൽ, ആ പന്ത് എവിടെ? ഏതു പന്ത്? ആ ടെന്നീസ് ബോൾ എവിടെയെന്ന്? അത് ഞാൻ ഇതിനകത്തല്ലേ ഇട്ടത്. എന്നിട്ട് എവിടെ? ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ എന്നെ കളിയാക്കി. ഇപ്പോഴോ? ഇപ്പൊ ബോധ്യമല്ല നിനക്ക്? ആ പന്ത് കാണാത്തന്നെ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്. എടി, അത് ആ ചെക്കൻ വന്ന് എടുത്തോണ്ട് പോയി കാണും. ഒന്നുമല്ല, ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാ. റാഹേൽ, നമുക്ക് ഈ വീട് ഒഴിഞ്ഞാലോ? അത് കൊള്ളാം. കൊട്ടാരത്തിൽ താമസിക്കണമെന്ന് നിനക്കായിരുന്നില്ലേ മോഹം? അതെ, പക്ഷേ ഇവിടെ താമസിക്കാൻ എനിക്ക് പേടിയാവാ റാഹേൽ. തൽക്കാലം ഇവിടം വിടുന്നതിനെ കുറിച്ച് എന്റെ പൊന്നുമോൾ ആലോചിക്കണ്ട. ഈ കൊട്ടാരവും പരിസരവും എനിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടു. റാഹേൽ, എന്റെ പൊന്നുമോള് സകല വേണ്ടാതീനങ്ങളും മനസ്സിൽ നിന്ന് കളഞ്ഞ് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കേ. ഇവിടെ പെണ്ണൂല ആണൂല, ഉള്ളത് നീയും ഞാനും മാത്രം. എന്തിന്? ഡോക്ടർ അരുണ് അയ്യമ്മയുടെ മികച്ച യുവ ഡോക്ടർക്കുള്ള അവാർഡ്. എവിടെ? നോക്കട്ടെ. ശോ, ഒന്ന് കാണിക്കേ പ്ലീസ് റാഹേൽ, കാണിക്കേ. ഇങ്ങനെ സ്വപ്നം കണ്ടു നിന്നാ പോരാ, നമുക്കത് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ഞാൻ എന്താ വേണ്ടത്? നീ ഡോക്ടറെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം. എന്നുവെച്ചാ എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അല്ല, എന്താ നടക്കാം.